ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണുന്നത് ട്രോമ കോഡിൻ്റെ 6th എപ്പിസോഡാണ്. ഫ്രണ്ട്സ്, നമ്മുടെ എപ്പിസോഡ് 4 കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡ്രാമ എത്ര ദിവസം നമ്മുടെ ചാനലിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. മാക്സിമം നിങ്ങളെല്ലാവരും നേരത്തെ തന്നെ കണ്ടു തീർക്കണേ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോസിനും വന്നിട്ടുള്ള കമൻ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരുപാട് പേര് നമ്മുടെ ഹീറോയെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് കമൻ്റൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരാൾ കാണാൻ കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടെന്നുള്ള കമൻറ്റ് കാണും. അത് നേഴ്സാണെങ്കിൽ സ്വന്തമായിട്ട് ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ട് ചുമ്മാ ഷോ കാണിക്കാൻ നാണക്കേടില്ലേ എന്ന് ചോദിക്കും. അപ്പം അത് ആരാ പറഞ്ഞതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ നേഴ്സാണെന്ന് പറയും. പിന്നെ ഇതാ സ്വന്തമായിട്ട് ഇട്ടാണെന്ന് മനസ്സിലാവാനുള്ള കഴിവ് എനിക്കില്ലേന്ന് പറഞ്ഞിട്ട് അവൾ എണീറ്റ് പോകും. നമ്മുടെ ഹീറോ ആണെങ്കിലും ഗ്യാങ്ങിൻ്റെ തലക്കെട്ട് കൊട്ടു കൊടുത്തിട്ട് ഞാൻ എന്താ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് മനസ്സിലായോ, നമുക്ക് ട്രോമ കോഡിന് ആൾക്കാർ വേണം, അതിന് വേണ്ടി കുറച്ച് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയും. എന്നിട്ട് ഇതിൻ്റെ ഹീറോയോട് ചോദിക്കാൻ നിനക്ക് മനസ്സിലായെന്ന്. അപ്പോൾ അവനില്ലാന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ട്രോമ കോഡിനെ സംബന്ധിച്ചിട്ട് ഞാനാണ് മെയിൻ, അത് കഴിഞ്ഞാൽ നീ, അത് കഴിഞ്ഞ് നമ്മുടെ സർജനായിട്ട് നമ്മൾ നേഴ്സിനെ വെക്കാം. എന്നിട്ട് നേഴ്സിനെ നോക്കുമ്പം അവളാണെങ്കിൽ അവിടെ ഉള്ളൊരു ക്യാനെ കുത്തിവെക്കൊണ്ടിരിക്കുകയായിരിക്കും. അവളുടെ സർജനാണെന്നത് ആരോടും പറയണ്ട, നമ്മളറിഞ്ഞാതെന്ന് പറയും. അവിടെ നമ്മുടെ ടീമിനെ കാണിക്കുമ്പോൾ ടീം ആണെങ്കിൽ ഉള്ള ഫണ്ട് അനുവദിക്കുന്നതിൽ സീൽ വയ്ക്കാൻ മടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും കൈ പിടിച്ചതിൽ സീൽ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയും, എനിക്കിനി ആവശ്യത്തിനുള്ള ആൾക്കാരെ കൂടെ തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണോ ചെയ്യുന്നു. അപ്പോൾ നിനക്ക് ഇത്രയും ആൾക്കാരെ പോരെ, ഇനി ആൾക്കാർ വേണം, ആവശ്യമുണ്ട്, ഇത്രയും ആൾക്കാരല്ലേ ഉള്ളൂ എന്ന് പറയും. ഇനി തന്നില്ലെങ്കിൽ ഞാൻ മിനിസ്റ്ററെ വിളിക്കുന്നുണ്ട്, കോൾ കൊടുക്കുന്നുണ്ട്. ആ മിനിസ്റ്റർ ആണെങ്കിലും നമ്മളുടെ ട്രോമ കോളിനെ പറ്റി ഇപ്പം നല്ല അഭിപ്രായമാണ്, അതുകൊണ്ട് തന്നെ അവർ പറയണം കേൾക്കാൻ പറയും. നമ്മുടെ ടീമും പാർക്കും സംസാരിച്ചുകൊണ്ടായിരിക്കും, അവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് അതിനെ ഉപദ്രവിക്കുന്നത്, നോക്ക് ഇപ്പം തന്നെ ആ ഹെലികോപ്റ്റർ എത്രാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുന്നത് അറിയാമോ, എന്തുമാത്രം ഫണ്ടാണ് പോകുന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കും. നമ്മുടെ പാർക്കാണെങ്കിലും മാത്രമായിരിക്കും പറയും. നീ എന്തൊന്നും മിണ്ടാത്തത്, ഇനി നീ ഫണ്ട് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എന്നെ ആ സ്ഥലത്ത് മാറ്റിയിട്ട് അവിടേക്ക് നിനക്ക് വരാനുള്ള പ്ലാനാണോന്നോ, നീ എന്തായി പറയുന്നത്. നമ്മുടെ പാർക്ക് പറയും, ഇല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്നത് നീയാണ്, അതുകൊണ്ട് നിന്നതായിരിക്കും ഞാൻ പുറത്താക്കുന്നതെന്ന് പറയും. നമ്മുടെ പാർക്കാണെങ്കിലും ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. ശരി, നമുക്കൊന്നിച്ച് അവനെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിയെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ്റെ റൂമിൽ വരുമ്പോൾ അവിടെ നമ്മുടെ കിമ്മുണ്ടായിരിക്കും. ഇവനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ, എത്ര തലയിൽ കയറുന്നതെന്നൊക്കെ കൊണ്ടുവരും. അപ്പോൾ എന്താ പറ്റിയെന്ന് നമ്മുടെ കിം ചോദിക്കും. പറയും, ആ ഫണ്ട് അവർക്ക് വേണ്ടി അനുവദിച്ചു, അതിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ കിമ്മാണെങ്കിൽ സന്തോഷിച്ച് അനുവദിച്ചു എന്ന് ചോദിക്കുക. അത് കാണുമ്പോൾ പാർക്ക് സംശയം വരും, നീ എന്താ അവരുടെ ടീമായോ, നിൻ്റെ മോൾ രക്ഷ എന്ന് പറഞ്ഞ് അവൻ്റെ ടീമായോ എന്ന് ചോദിക്കും. അപ്പോൾ കിമ്മാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, 20 വർഷം ഫ്രണ്ട്ഷിപ്പല്ലേ എനിക്ക് വലുത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിമ്മാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. ആ സമയം എമർജൻസി ആയിട്ട് ഒരു പേഷ്യൻറ്റിനെ ഒരു ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. അവിടുത്തെ റെസ്ക്യൂ ടീം തമ്മിൽ എന്തിനാണ് ഇവിടെയുള്ളവർക്ക് ശല്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ സർജറിക്ക് കയറും. അപ്പോൾ പുതിയൊരു സ്റ്റാഫ് വന്നിട്ടുണ്ടായിരിക്കും, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒന്നും അറിഞ്ഞിടാത്തവരെ പിടിച്ച് ഇതിനകത്തൊക്കെ ഇട്ടിരിക്കുന്നതിന് വഴക്ക് പറയുന്നുണ്ട്. അടുത്ത് നമ്മുടെ കിമ്മാണെങ്കിൽ ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ മോളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ കിമ്മ എന്നെ എടുത്തു വയ്ക്കുന്നുണ്ടായിരിക്കും. ആ സമയം നമ്മുടെ പാർക്ക് ഒരിടത്തോട്ട് പോകുന്നതാണ്. കിമ്മിനൊരു സംശയം വന്ന് അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫീസറിൻ്റെ റൂമിലായിരിക്കും പോകുന്നത്. അയാളോടെ കിടപ്പുണ്ടായിരിക്കും. അയാൾ ഈ ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ ഹെഡായിരിക്കും. എന്നിട്ട് അവരെന്തോ സംസാരിക്കുന്നുള്ളത് നമ്മുടെ കിമ്മ് ഒളിഞ്ഞു നിന്ന് കാണും. ഇതെന്തോ ശരിയല്ലെന്ന് നമ്മുടെ കിമ്മിന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ആ ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ മെയിനായിട്ടുള്ള ടീമിൻ്റെ ഹെഡിന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്ഥലം മാറ്റി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഹീറോയിൻ നേഴ്സോട് സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ ഓടി ഒരു എമർജൻസി ഉണ്ട്, ഒരു ആക്സിഡൻറ്റ് കേസാണ്, എത്രയും പെട്ടെന്ന് പോകണമെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, നമുക്ക് ഹെലികോപ്റ്റർ എടുക്കാൻ പറയും. അപ്പം അവന് ഇല്ല അത് പറ്റത്തില്ല, ഞാൻ അവിടുത്തെ ഹെഡിനെ വിളിച്ചു, അപ്പോൾ ഹെലികോപ്റ്റർ തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഹെലികോപ്റ്റർ വേണമെങ്കിൽ എൻ്റെ പ്രൊസീജിയർ വഴി റിക്വസ്റ്റ് കൊടുത്തിട്ട് വേണം. നമ്മുടെ ഹീറോ ആണെങ്കിലും കോൾ ചെയ്യുമ്പം പുതുതായിട്ട് വന്ന ഹെലികോപ്റ്ററിൻ്റെ ഓപ്പറേറ്ററായിരിക്കും എടുക്കുക. അയാളാണെങ്കിൽ, നിങ്ങൾ നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഹെലികോപ്റ്റർ ഓടിക്കുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ, നീയാണെങ്കിൽ ലൈസൻസ് ഉള്ളൂ, നീ ഓടിച്ചു എന്ന് അറിഞ്ഞു, അങ്ങനെയൊന്നും പറ്റത്തില്ല, നീ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഫോർമാലിറ്റി റിക്വസ്റ്റ് ലെറ്റർ ഒക്കെ കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. നമ്മുടെ ഹീറോനെ അർജൻറ്റ് ആണെന്ന് പറഞ്ഞിട്ടും അയാൾ സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല. ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യം വരും. എന്നിട്ട് ഹീറോ ആണെങ്കിൽ ഫോൺ വയ്ക്കും. റോഡ് വഴി നമ്മുടെ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള വല്ല മാർഗ്ഗം ഉണ്ടോ എന്ന് നമ്മുടെ നേഴ്സ് ആയിരിക്കും. അപ്പോൾ അവനാണെങ്കിലും വിളിച്ചു നോക്കട്ടെ എന്ന് വിളിച്ചു നോക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ, എന്നിട്ട് നീ എന്താ ടാക്സി ബുക്ക് ചെയ്യാൻ പോകുന്നു, ആ പേഷ്യൻറ്റിന് ടാക്സി ബുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഗ്യാങ് പറയും, ഇല്ല നമ്മളുടെ കയ്യിൽ തന്നെ ആംബുലൻസ് ഉണ്ടല്ലോ എന്ന്. അപ്പോഴാണ് നമുക്ക് കാണിക്കുന്നത്, ഇവർക്ക് കിട്ടിയ ഒരു ഫണ്ട് വെച്ചിട്ട് ഇവർ ട്രോമ യൂണിറ്റിന് വേണ്ടി ഒരു ആംബുലൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അത് ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോഴാണ് നമ്മൾ ആ ഒരു ആംബുലൻസിൻ്റെ മാസ് എൻട്രി കൊടുക്കുന്നത്. ഇവ ഉള്ള കാര്യം നിങ്ങൾ പറയാത്തതിൻ്റെ, നമുക്കിത് തന്നെ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹീറോ ആണെങ്കിൽ ഭയങ്കര സ്പീഡായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. അതിനകത്തിരിക്കുന്ന നേഴ്സാണെങ്കിലും ഭയങ്കരമായിട്ട് ബഹളം വെക്കും. അവിടെ നമ്മുടെ ബാക്കിലിരിക്കുന്ന നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ റോളർ കോസ്റ്ററിൽ പോകുന്ന പോലെ തൂക്കി അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ലൊക്കേഷൻ എത്തുമ്പോൾ
നമ്മുടെ ഗ്യാങ്ങിനാണ് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കത്തില്ല. എന്നിട്ട് പേഷ്യൻറ്റിനെ വണ്ടി കയറ്റി നമ്മുടെ നേഴ്സായിരിക്കും തിരിച്ച് ഡ്രൈവ് ചെയ്യുക. അവർ പോകുന്ന വഴിക്ക് അവർക്ക് തന്നെ മനസ്സിലാവും ഇത്രയും സമയം അതിനകത്ത് പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല എന്ന്. നമ്മുടെ ഗ്യാങ് പറയും എന്തായാലും ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല, ഹെലികോപ്റ്റർ എടുത്ത് തന്നിരുന്നെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തി സർജറി തുടങ്ങാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗ്യാങ് വഴക്ക് പറയും. അപ്പം നമ്മുടെ ഹീറോ ആണ് നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി, ഒരു പേഷ്യൻ്റ് ജീവൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഹീറോ പറയും ശരി ഓക്കെ, നമുക്ക് ഇനി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് സർജറി സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് വണ്ടി തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയും. നമ്മുടെ ഗ്യാങ്ങിനാണെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. അങ്ങനെ അവരാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടെത്തിക്കുന്നുണ്ട്. പക്ഷെ അങ്ങ് എത്തിയപ്പോഴേക്കും അയാൾക്കാണെങ്കിൽ കോമ സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിലും ആ ഒരു കാര്യം അവരുടെ അടുത്ത് പറയാൻ വേണ്ടി പോകും. കാരണം ആ പേഷ്യൻറ്റിന് ഇപ്പം ബ്രെയിൻ ഡാമേജ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കോമയിലാണെന്ന്. അത് ആ പാരൻ്റെ അടുത്ത് പറയുമ്പോൾ പാരൻ്റ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അവൻ കരയുന്ന കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് തന്നെ ഭയങ്കര സങ്കടം. എന്നിട്ട് അവിടുത്തെ ന്യൂറോ സർജനൊക്കെ പറഞ്ഞുകൊണ്ട് ഹെലികോപ്റ്റർ എടുത്തിരുന്നെങ്കിൽ ആ പയ്യനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു, അവൻ ഇങ്ങനെ വരത്തില്ലായിരുന്നു. ഇത് നമ്മുടെ കിമ്മും കേട്ടിട്ടുണ്ടായിരിക്കും. കിമ്മാണെങ്കിലും ഹെലികോപ്റ്റർ കൊടുത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർക്ക് ആ ഒരു ഓഫീസറിനെ കണ്ട കാര്യം ഓർമ്മ വരും. ഇത് നമ്മുടെ ഹീറോയോട് പറഞ്ഞാലോ എന്ന് തോന്നും. എന്നിട്ട് പറഞ്ഞു പറ്റത്തില്ല, 20 years ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കളയാൻ പാടില്ല എന്ന് പറയും. ഇത് നമ്മുടെ കിമ്മാണെങ്കിലും ഒരു വേഷമൊക്കെ മാറി വെളിയിലുള്ള ഒരു ടെലിഫോൺ ബൂത്തിൽ പോയിട്ട് നമ്മുടെ ഹീറോയെ വിളിക്കും. എന്നിട്ട് പറയും ഇതുപോലെ നമ്മുടെ പാർക്കാണ് ഇതിന് കാരണം, അവനാണ് ഹെലികോപ്റ്റർ തരാതെ ചെയ്തതെന്ന്. അപ്പോൾ ഹീറോ ആണെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, ഇവിടെ ഹോസ്പിറ്റലിൽ ഇല്ലേന്ന് ചോദിക്കും. നമ്മുടെ കിമ്മാണെങ്കിൽ ഇവനെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലും പാർക്ക് ഇരിക്കുന്നിടത്തോട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, നിനക്ക് എത്ര ധൈര്യം ഇരുന്ന് ആ പേഷ്യൻ്റ് ഇങ്ങനെയൊക്കെ വരാൻ കാരണം നീയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിമ്മിനെ ആണെങ്കിൽ തൂക്കിയെടുത്ത് അടിക്കുന്നുണ്ട് ഹീറോ. അടുത്ത് നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻറ്റിനെയും നമ്മുടെ ഗ്യാങ്ങിനെയും കാണിക്കുമ്പോൾ മെഡിക്കൽ സ്റ്റുഡൻറ്റ് വന്ന് ചോദിക്കാം നിങ്ങൾ ഹീറോയെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ അറിഞ്ഞല്ലോ എന്ന്. അപ്പം നമ്മുടെ ഗ്യാങ് ആണെങ്കിലും എനിക്ക് അയാളോട് ദേഷ്യമൊന്നുമില്ല, അയാൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, പക്ഷേ എന്ത് ചെയ്യാനാ, അയാൾ എന്തിനാ എങ്ങനെ ചെയ്യുന്നത് മനസ്സിലാവില്ല എന്ന് പറയാം. അപ്പം അങ്ങനെ നേഴ്സിൻ്റെ കോൾ വന്നിട്ട് മോളിൽ ടെറസിൽ വരാൻ പറയും. നമ്മുടെ ഗ്യാങ് ആണെങ്കിലും പേടിച്ച് അവിടെ പോകുമ്പോൾ നമ്മുടെ നേഴ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഹീറോ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനാ വിളിച്ചത്, നിനക്ക് ഭയങ്കര വിഷമമായിട്ടിരിക്കുന്നുണ്ടെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയും. ആ പേഷ്യൻ്റ് അങ്ങനെ വന്നേന് ശരി ഓക്കെ, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത് അറിയാമോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള ഒരു ട്യൂബിനകത്തോട്ട് കയറിയിരുന്ന് ഹെലികോപ്റ്റർ തരാതിരിക്കുന്നുണ്ട് ദുഷ്ടന്മാരെ എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്യും. ഇതെല്ലാം അവിടെ താഴെ വയ്ക്കുന്ന ക്യാൻറ്റീനിൽ കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. എന്നിട്ട് അവൾ പുറത്തിറങ്ങിയിട്ട് പറയും എനിക്കിപ്പോൾ ഒരു റിലീഫുണ്ട്, ഞാൻ എൻ്റെ ദേഷ്യം ഇങ്ങനെയാണ് ചെയ്യുന്നത്, നീ അപ്പോൾ ഒരുപോലെ കാര്യം നീ ഇതുപോലെ ചെയ്യും അപ്പം നിൻ്റെ വിഷമം അങ്ങ് മാറുമെന്ന്. അപ്പം പറഞ്ഞ് എനിക്കങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയും. നീ ദേഷ്യപ്പെടുന്ന പറയുമ്പോൾ എനിക്കങ്ങനെ ദേഷ്യമൊന്നും വരത്തില്ല എന്ന്, എന്നാലും കുഴപ്പമില്ല നീ എന്തെങ്കിലും പറയുന്നു. നമ്മുടെ നേഴ്സാണെങ്കിൽ അവനെ അതിനകത്തോട്ട് തള്ളി വിടുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ അവിടെ പോയിട്ട് എന്തോന്നൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നേഴ്സും അവനും കൂടെ ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ ഫോൺ വരും, എത്രയും പെട്ടെന്ന് അവിടെ താഴെ ക്യാൻറ്റീനിൽ വരാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മുടെ കിമ്മിനെ പാർക്ക് വിളിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നീ ഹീറോയെ പറ്റി എന്തോന്ന് അറിഞ്ഞല്ലോ അത് പറയാൻ പറയും. അപ്പോൾ കിമ്മാണെങ്കിലും അങ്ങനെയൊന്നും ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ഇല്ല നീ പറ, എനിക്കറിയണം, എനിക്ക് എന്തായാലും അവനൊരു പണി കൊടുക്കണമെന്ന് പറയും. അപ്പോൾ അവിടെ പാർക്കും പറയുന്നുണ്ട് ഇല്ല പറ്റത്തില്ല, അവനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ലെന്ന്. ഇവിടെ നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ നമ്മുടെ ഹീറോ അടുത്ത് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഹീറോ പറയും നിനക്ക് എന്നോട് ദേഷ്യമാണെന്നറിയാം, എനിക്കതിൽ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നീ എന്തിനു വേണ്ടിയാണ് ഡോക്ടറായെന്നുള്ളത് കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ അവനൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ എന്തിനാണ് ഡോക്ടറായെന്ന് നിനക്കറിയാമോ, ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ പപ്പ ട്രാഫിക്കിലായി മരിച്ചുപോയെന്ന്. ആ സമയം ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പപ്പയെ രക്ഷിക്കായിരുന്നു, ഒരു ഡോക്ടേഴ്സും രക്ഷിച്ചില്ല, അതുകൊണ്ടാണ് ഞാനൊരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചത്, ഞാൻ എല്ലാവരെയും രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നെല്ലാം നമ്മുടെ ഹീറോ പറയും. ഗ്യാങ്ങിനാണെങ്കിൽ അതൊക്കെ കേട്ട് ഒരുമാതിരി ആവുന്നുണ്ട്. നമ്മുടെ ഹീറോ പറയും ശരി ഓക്കെ, നീ എന്തിനാണ് ഡോക്ടറായെന്നുള്ളത് നീ കണ്ടുപിടിക്കണം, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മുടെ കിമ്മിൻ്റെ അടുത്താണെങ്കിൽ പാർക്ക് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുമായിരിക്കും അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ കിം ഒരു രീതിയിൽ അടുക്കുന്നുണ്ടായിരിക്കത്തില്ല. അപ്പോൾ പാർക്കാണെങ്കിലും 20 വർഷമായി എന്നെക്കാളും വലുതിനൊക്കെ അവനെ സേവ് ചെയ്യണമാണോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ കിം പറയും അതെ 20 വർഷം ഫ്രണ്ട്ഷിപ്പ്, പക്ഷേ എൻ്റെ മോൾ ആക്സിഡൻ്റ് ആയപ്പോൾ അവനാണ് എൻ്റെ മോളെ രക്ഷിച്ചത്, പക്ഷേ എന്നാലും നീ എൻ്റെ മോളെ കാണാൻ പോലും വന്നില്ലല്ലോ ഈ 20 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഹീറോയെ പറ്റി ഒന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിം അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ പാർക്കാണെങ്കിൽ DMൻ്റെ അടുത്ത് ഇപ്പം നടന്ന എല്ലാ പ്രശ്നങ്ങളും, അതായത് ഒരു പയ്യൻ ഇപ്പം കോമ സ്റ്റേജിൽ പോയതെല്ലാം ഹീറോയാണ് കാരണം എന്ന് പറഞ്ഞ് ന്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അടുത്ത് നമ്മുടെ ഒരു എമർജൻസി സിറ്റുവേഷൻ വേറെ ഒരെണ്ണം കൊണ്ടുവരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി അനസ്തേഷ്യയ്ക്ക് വിളിക്കുമ്പോൾ നമ്മുടെ പയ്യൻ എണീറ്റ് മെഡിക്കൽ സ്റ്റുഡൻറ്റ്. അപ്പോൾ അവിടുത്തെ ഡോക്ടറാണെങ്കിൽ അവൻ്റെ തലയിൽ കപ്പൊക്കെ തൂക്കിയറിയും, എങ്കിലും അവനൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. അടുത്ത് ഈ ഒരു എമർജൻസി ആ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പം അവിടെ വന്ന് പോലീസുകാർ നമ്മുടെ ഹീറോയെ തടയുന്നുണ്ട്. കാരണം
കാരണം ഹീറോ ഡ്രൈവിങ്ങിൽ ആ ഒരു സർജറി ചെയ്തതുകൊണ്ടാണ് അയാൾ കോമ സ്റ്റേജിൽ പോയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാർക്കാണെങ്കിൽ ആ പയ്യൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതുകൊണ്ട് തന്നെ ആ പാരൻസ് ഹീറോയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ എമർജൻസിയിലുള്ള ആളെ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഹീറോയെ സമ്മതിക്കത്തില്ല. ഹീറോയെ തടഞ്ഞു വെക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിൻ്റെ അടുത്ത് പറയും, നീ പോയി സർജറി തുടങ്ങുക, നിനക്ക് കയറാമല്ലോ, നീ പോയി ചെയ്യും, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഹീറോ തിരിച്ചോടുന്നിടത്ത് നമ്മുടെ ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് ആവുകയാണ് ഫ്രണ്ട്സ്. ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി 2 എപ്പിസോഡ് കൂടെയാണ് ഈ ഡ്രാമയ്ക്കുള്ളത്. അടുത്തിനി നമുക്ക് ഏത് ഡ്രാമ ചെയ്യാമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.